പാട്ടുപാടാനും ഡാൻസ് ചെയ്യാനും നിർബന്ധിച്ചു. അറിയില്ലെന്ന് പറഞ്ഞതോടെ വിദ്യാർത്ഥിക്ക് നേരിടേണ്ടി വന്നത് ക്രൂരമർദ്ദനം. കോഴിക്കോട് അത്തോളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ +1 വിദ്യാർത്ഥിയെ ആണ് സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ചത്. ബാലുശ്ശേരി ഏരമംഗലം സ്വദേശിയായ +1കാരനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ രക്ഷിതാക്കളുടെ പരാതിയിൽ 5 വിദ്യാർത്ഥികൾക്കെതിരെ അത്തോളി പോലീസ് കേസെടുത്തു. ഡാൻസ് കളിച്ചിട്ട് പാട്ട് പാടിയിട്ട് പോകാൻ പറ്റുള്ളൂ എന്നാണ് അറിയില്ല. ഞാൻ പോട്ടെ സമയമില്ല എന്നാണ് പോകാൻ. ഇപ്പം ഞങ്ങൾ 5 ആളും കൂടി ഇട്ട് എന്നെ അടിക്കുന്നതാണ്. കാരണം വേണ്ടാന്ന് അറിഞ്ഞ ഓർമ്മയുള്ളൂ. പിന്നെ എല്ലാവരും കൂടി ഇട്ട് അടിച്ചത്. അത്തോളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 കൊമേഴ്സ് വിദ്യാർത്ഥിക്കാണ് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനമേറ്റത്. വ്യാഴാഴ്ചയായിരുന്നു സംഭവം. മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി അത്തോളി പോലീസിൽ രക്ഷിതാക്കൾ പരാതി നൽകി. സ്കൂൾ പ്രിൻസിപ്പലിനും പരാതി നൽകിയിട്ടുണ്ട്. കുട്ടിയെ അടിച്ചു വീഴ്ത്തിയ ശേഷം വയറിലും തലയിലും ചവിട്ടി പരിക്കേൽപ്പിച്ചതായും രക്ഷിതാക്കൾ പരാതിയിൽ പറയുന്നു. വലിയ തൊഴിൽ മർദ്ദിച്ചുകൊണ്ട് തീരെ വയ്യ അവശാണ്. ഇപ്പോഴും അതിൻ്റെ ഇത് മാറിയിട്ടില്ല. എപ്പോഴും തലയ്ക്കും മറ്റേ ഇവിടെയൊക്കെ നല്ല പരിക്കാണ്. നിന്നത്തൊക്കെ നല്ല പരിക്കാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്കിപ്പോൾ നമ്മളെ വിദ്യാർത്ഥിയെ കുട്ടികളായാലും ഇപ്പോൾ ഈ അവസ്ഥയിൽ സ്കൂൾ പറഞ്ഞയക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇതെന്ത് തന്നെ ആയാലും ഇത് ഇല്ലീഗലായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. ഇതിൽ യാതൊരു മധ്യസ്ഥ അങ്ങനത്തെ ഒന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. +2 വിദ്യാർത്ഥികളായ 5 പേർക്കെതിരെയും കണ്ടാലറിയാവുന്ന മറ്റ് 2 പേർക്കെതിരെയുമാണ് രക്ഷിതാക്കൾ പരാതി നൽകിയത്. അതേസമയം സ്കൂളിന് പുറത്തുവെച്ചാണ് സംഭവം നടന്നതെന്നും പരാതി പോലീസിന് കൈമാറിയതായും അത്തോളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പറഞ്ഞു. ആരോപണ വിധേയരായ 5 വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. സംഭവത്തിൽ പോലീസ് ഇന്ന് വിദ്യാർത്ഥിയുടെ വീട്ടിലെത്തി വിശദമായ മൊഴിയെടുക്കും. കുട്ടികളിലെ അക്രമവാസനകൾ തടയാൻ ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനം കൂടിയേ തീരൂ. എന്നാൽ മാത്രമേ രക്ഷിതാക്കൾക്ക് ആത്മവിശ്വാസത്തോടു കൂടി കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ കഴിയൂ. അതിന് സ്കൂൾ അധികൃതരുടെ മാത്രമല്ല സാമൂഹ്യ സംഘടനകളുടെ കൂടി പ്രവർത്തനം കൂടിയേ തീരൂ. കോഴിക്കോട് എരമംഗലത്തു നിന്നും ക്യാമറമാൻ ഷാഫിയോടൊപ്പം രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.